അങ്ങനെയല്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഫലം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ 30, അണ്ണാ DMK 4, NDA 5. 5 ഇടത്തേക്ക് BJP വിജയിച്ചു കയറുമെന്നതാണ് പ്രവചനം. അവിടെ അഭിപ്രായ സർവേ വോട്ടെടുപ്പിൽ തമിഴ്നാട്ടെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP വിജയിച്ചു കയറുമെന്ന നിലയാണ്, സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDA മുന്നണി, അതായത് അവിടെ DMK നയിക്കുന്ന NDA മുന്നണി, കോൺഗ്രസും CPM ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അവിടെ 30 സീറ്റുകളിൽ വിജയിക്കും. സജിത്ത്, അവിടെ കാണാനുള്ളത് കഴിഞ്ഞ തവണ 38 ആയിരുന്നു. DMKയും കോൺഗ്രസും CPIയും CPMും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 38 സീറ്റുകളായിരുന്നു. അവിടെ നിന്നാണ് 30ലേക്ക് കുറയുന്നത്. ഇത്തവണ DMK കുറച്ചുകൂടി സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പോലും ഈ 30ൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ DMKക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അത് ഉണ്ടാക്കുന്നത്. അണ്ണാ DMK 1ൽ നിന്നാണ് ഇല്ലേ, അവിടെ BJPയുമായുള്ള ബന്ധം ഇല്ല ഇത്തവണ അണ്ണാ DMKക്ക്. പക്ഷേ അവിടെ 4 സീറ്റുകൾ, 1ൽ നിന്ന് 4 സീറ്റായിട്ട് നില മെച്ചപ്പെടുത്തുവാനായിട്ട് അണ്ണാ DMKക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ രാഷ്ട്രീയ സാഹചര്യമല്ല തമിഴ്നാട്ടിൽ. അവിടെ മാറ്റമുണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട ഘടകം. BJP അവിടെ വലിയ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായിട്ട് തമിഴ്നാടിന്റെ വോട്ട് ഷെയർ നോക്കണം. ഒപ്പം തന്നെ ഈ സീറ്റ് നിലകൾ റീജിയണൽ വൈസ് കൂടി നമുക്ക് പരിശോധിക്കാം. കാവേരി ഡെൽറ്റയിൽ തമിഴ്നാട് 5 ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ഫലം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അതിൽ കാവേരി ഡെൽറ്റ മേഖലയിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് 5 സീറ്റുകളാണ്. NDA മുന്നണിക്ക് 1 സീറ്റുകൾ, ADMKക്ക് അവിടെ 1 സീറ്റിൽ ലഭിക്കുമെന്നതാണ് പ്രവചനം. ചെന്നൈ മേഖലയിൽ 4 ഇന്ത്യ മുന്നണി ഉണ്ടാകും, 2 NDA ഉണ്ടാകും, 1 പോലും ADMKക്ക് ജയിക്കാനാവുന്നില്ല. നോർത്തേൺ മേഖലയിൽ 7 ഇന്ത്യ മുന്നണി ഉണ്ടാവും, 2 അവിടെ NDAക്കോ ADMKക്കോ സീറ്റുണ്ടാക്കാനാവുന്നില്ല. സൗത്ത് മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ 8 ഇന്ത്യ മുന്നണി ഉണ്ടാകും, ഇന്ത്യ മുന്നണിക്ക് 8 സീറ്റ് ഉണ്ടാകും. ഒപ്പം NDAക്ക് 1 പോലും സീറ്റ് ഉണ്ടാവില്ല. പക്ഷേ ADMKക്ക് 2 സീറ്റ് ഉണ്ടാകും. വെസ്റ്റേൺ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ 6 ഇന്ത്യ മുന്നണി ഉണ്ടാകും, 2 NDA, 1 ADMK. അതായത് തമിഴ്നാടിൽ ചെന്നൈ മേഖലയിലും വെസ്റ്റേൺ സെക്ടറിലും കാവേരി ഡെൽറ്റ മേഖലകളിലുമായിരിക്കും NDA BJP അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ BJP നോക്കുമ്പോൾ വോട്ട് ഷെയർ വളരെ രസകരമാണ്. കാരണം തമിഴ്നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതേഴ്സ് എന്നുള്ള പട്ടികയിലും കൂടുതലായിട്ട് ശതമാന കണക്ക് വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി, അതായത് DMK ആണല്ലോ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ നേതൃത്വം നൽകുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസും CPMും CPIയും ഒക്കെ തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ ഭാഗമാണ്. 51% തമിഴ്നാട്ടിലെ വോട്ട് ഷെയർ ഇന്ത്യക്ക് കിട്ടുന്നത്, ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നത്. അതേസമയം NDAക്ക് BJPക്ക് കിട്ടുന്നത് 13%. 13% വോട്ട് ഷെയറും 5 സീറ്റുകളും എന്നാണ് പറയുന്നത്. അതേസമയം 51 എന്ന് പറയുന്നത് DMK കഴിഞ്ഞ തവണ തൂത്തുവാരിയതാണ്. 38 സീറ്റുകൾ കിട്ടിയ സമയത്ത് 53% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. അത് കിരൺ അല്പസമയത്തിനും കിരണിനോട് ചോദിക്കാം. പിന്നെ അണ്ണാ DMKക്ക് 17 ഇത്തവണ പറയുന്നത്. അണ്ണാ DMK 17, അതുവഴി അണ്ണാ DMKക്ക് 4 സീറ്റുകൾ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ 36 എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കണക്കിനകത്ത് ഒരുപാട് പാർട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ കൗതുകം വരുന്ന ഒരു കാര്യം, വെറും 13% വോട്ടുകൾ നേടുന്ന BJP അവിടെ 5 സീറ്റുകൾ നേടുമെന്ന കണക്കാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. വോട്ട് ഷെയറുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാം? DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ 51% വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ. അതുവഴി നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം 30 ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ 38-ൽ നിന്ന് 30 പക്ഷേ BJP 13% വോട്ട് ഷെയർ നേടുന്ന സീറ്റുകൾ 5, അണ്ണാ DMK 4 സീറ്റുകൾ. കഴിഞ്ഞ തവണത്തെ ഷെയറുമായിട്ട് എങ്ങനെ ഇത് താരതമ്യപ്പെടുത്താം? മനുഷ്യ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ DMKക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ DMKക്ക് മുന്നണി ജയിക്കുന്ന സമയത്ത് പൂർണ്ണമായും സീറ്റുകൾ DMKക്ക് വരികയും ADMK ജയിക്കുന്ന ഘട്ടത്തിലൊക്കെ ADMKക്ക് പൂർണ്ണമായും സീറ്റുകൾ വരികയും ഒക്കെ ചെയ്ത അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു മുന്നണിക്ക് സംസ്ഥാനത്തെ സീറ്റുകൾ തീരെഴുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്നാലേക്ക്. നമുക്ക് പഴയ കണക്കുകൾ കൂടി കുറിച്ചാൽ കൂടുതൽ അത് വ്യക്തമാവും. ഇത് 2009 തമിഴ്നാട്ടിലെ കണക്കാണ്. 2009 കണക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ DMK ആണ്. DMK മുന്നണിക്ക് അന്ന് ഉണ്ടായിരിക്കുന്നത് 29 സീറ്റാണ്, ADMKക്ക് 9 സീറ്റാണ്. 2019 നമ്മൾ നോക്കിയാലോ, അതുമായിട്ട് താരതമ്യപ്പെടുത്തുമല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇത്
14 മുഴുവൻ ചുമന്ന നിറത്തില്ല, ചുവന്ന നിറം ADMK. പക്ഷേ അത് 2019 ചിത്രം വ്യത്യാസമാണ്. നേരെ തിരികാണ്. അന്ന് NDAക്ക് ഒരു സീറ്റ് ലഭിച്ചിരുന്നു. BJP ആദ്യമായിട്ട് അവിടെ നിന്ന് ഒരു MP ഉണ്ടാവുന്നു. അവിടെ 0 സീറ്റായിരുന്നു. 0 സീറ്റിൽ നിന്നാണ് 2014 0 സീറ്റിൽ നിന്നാണ് 2019 എത്തുമ്പോൾ 38 സീറ്റുകൾ. പക്ഷേ അതിന്റെ വോട്ട് ഷെയർ നോക്കണം, 56% അന്നത്തെ വോട്ട് ഷെയർ. ഇത്തവണ പക്ഷേ 51% കുറയുന്നു. വോട്ട് ഷെയർ ഇത്തരത്തിൽ കുറയും. ഇത്തവണത്തെ മത്സരത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെയും 2 പ്രധാനപ്പെട്ട പാർട്ടികളെ, 2 പ്രധാന നേതാക്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയം ചുറ്റിത്തിരിഞ്ഞിരുന്നത്. ഒരു ഭാഗത്ത് കരുണാനിധി, മറുഭാഗത്ത് ജയലളിത. ഇത്തവണ ആദ്യമായി അങ്ങനെയല്ല. കരുണാനിധിയും ജയലളിതയും അല്ല സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. രണ്ടുപേരും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ MK സ്റ്റാലിൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. MK സ്റ്റാലിനോളം പോകുന്ന ഒരു നേതാവ് ADMKക്ക് മറുഭാഗത്തില്ല. ADMKയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പല ഭാഗത്തായി നിൽക്കുകയാണ്. പിന്നീട് BJP അവിടെ അതിശക്തമായി തന്നെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയും അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം അണ്ണാമലയുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 130 കഴിഞ്ഞ തവണ 30 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ലഭിച്ചതിൽ. അതിൽ തന്നെ 26 സീറ്റും കർണാടകയിൽ നിന്ന് മാത്രമായിരുന്നു. കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ തെലങ്കാനയിൽ നിന്നൊന്നും സീറ്റ് അങ്ങനെ ലഭിച്ചിരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ്. BJPക്ക് അണ്ണാമലയുടെ പദയാത്ര ഇതൊക്കെ ഗുണം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ സർവേ ഫലം വരുന്നത്. പക്ഷേ എനിക്ക് ഈ അണ്ണാ DMKയുടെ വോട്ട് ഷെയർ ഇത്രയും കുറയുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. അതൊരു 30% ഒരു ബേസ് തോട്ട്, അല്ലെങ്കിൽ അല്ലേ അതിനും താഴത്തേക്ക് അണ്ണാ DMK പോകുന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. ഞാനത് തമിഴ്നാടിന്റെ കണക്കിൽ വളരെ രസകരമായ നിരവധി ഘടകങ്ങളുണ്ട്. അവിടെ 13% വോട്ട് മാത്രം നേടുന്ന BJP 5 സീറ്റുകൾ വിജയിക്കുന്നു എന്ന കണക്ക് വരുന്നു. ഒപ്പം തന്നെ ADMK വലിയ രീതിയിൽ വോട്ട് ഷെയർ കുറയുമ്പോഴും അവർ സീറ്റ് നില വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കണക്ക് കൂടിയുണ്ട്. ഇതിൽ മലയാളികൾക്ക് താല്പര്യമുള്ള ഒരു കണക്ക് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്, തമിഴ്നാട്ടിൽ നമ്മളോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി സീറ്റ്. അവിടെ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ഇടമാണ്. അവിടെ ഇത്തവണ ഈ വിജയധരണി അവർ കോൺഗ്രസ് വിട്ട് ഇത്തവണ BJPയിൽ ചേർന്ന് അവിടുത്തെ ആ മത്സരം, അവിടുത്തെ സീറ്റ് നില അതെങ്ങനെയെന്നൊരു പ്രസക്തമാണ്. മറ്റൊന്ന് കോയമ്പത്തൂർ CPMന്റെ സിറ്റിംഗ് സീറ്റിൽ DMK മത്സരിക്കുന്നു. കാരണം BJP ആണ് മറുചേരിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഏത് തരത്തിൽ സംഭവിച്ചു എന്നത് തമിഴ്നാട് വളരെ രസകരമായ പൊളിറ്റിക്സ് ആണ്. അത് സർവേ ഫലത്തിലും അത് പ്രകടമായി നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സീറ്റുകളിലേക്ക് BJP വരുന്നു എന്നുള്ളതാണ്. എഴുതി തള്ളിയ ഒരു സംസ്ഥാനമാണ്. BJPക്ക് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് തമിഴ്നാട്ടിലേക്ക് വരുന്നു, റോഡ് ഷോകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസവും വന്നു. അവിടെ തമിഴ്നാട്ടിൽ BJP മറ്റൊരു ദൗത്യത്തിന് ശ്രമം നടത്തിയിരുന്നു. അവിടെ പുതിയൊരു സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ നടത്തിയ നീക്കങ്ങൾ, അണ്ണയമലൈ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ നടത്തിയ വലിയ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ മൂവ്മെന്റുകൾ ഈ ലോക്സഭയിൽ ഗുണപ്പെട്ടു എന്ന് വേണം ഈ അഭിപ്രായ സർവേയുടെ. അതുപോലെ അണ്ണാ DMKയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു, അല്ലെ? അണ്ണാ DMKക്ക് BJPയോട് താല്പര്യമില്ല, അങ്ങനെ ഒരു ബന്ധം വിച്ഛേദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് രണ്ടുപേരെയും സഹായിച്ചിട്ടുണ്ട്, അല്ലെ? അണ്ണാ DMK